സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 34-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തും. ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ആശാ വർക്കേഴ്സിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതിലൊരു മാറ്റവുമില്ല. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ആശാ വർക്കേഴ്സിന്റെ സമരം അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നവർ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ 34-ാം ദിവസമാണിന്ന്. അപ്പോൾ എന്താണ് ഇനി സമരപരിപാടികൾ, ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം, അതിന്റെ ക്രമീകരണങ്ങൾ, അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും ഈ സ്ത്രീകൾ രാപ്പകൽ സമരം 34-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം എടുത്തു പറയേണ്ടത് ഈ സ്ത്രീകളുടെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 34 ദിവസമായി ഇവർ പല പ്രതിസന്ധികൾ നേരിട്ടിട്ടും ഇവിടെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു അവരുടെ ഒരു കരുത്ത് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇവർ മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അതിൽ പ്രധാനമായും നേരത്തെ തന്നെ നിയമസഭാ മാർച്ച്, സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരം, കൂടാതെ ഈ വനിതാ മഹാസംഗമം അടക്കമുള്ള പല പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പക്ഷേ അതിലൊന്നും സർക്കാർ അയയുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം പരിഗണിച്ചാണ് ഇപ്പോൾ ഇവർ ഒരു ഉപരോധത്തിലേക്ക് കടക്കുന്നത്. ഈ ഉപരോധം മാർച്ച് 17-ന് പല ജില്ലകളിൽ നിന്നായി ആളുകൾ എത്തിക്കൊണ്ട് ഒരു വലിയ പ്രതിഷേധമായി തന്നെ സംഘടിപ്പിക്കാനാണ് ആശാ വർക്കർമാർ ഒരുങ്ങുന്നത്. കൂടാതെ പല രംഗത്ത്, പല സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പല ആളുകളും ഇപ്പോഴും ഈ സമരപന്തൽ സന്ദർശിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർ ഇപ്പോഴും പറയുന്നത്, ഇവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഇത് കൃത്യമായും പരിഗണിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ഇതിന്മേലൊരു ഉറപ്പ് ലഭിക്കാതെ ഇവർ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ്. അത് എപ്പോഴുണ്ടാകുന്നു, അല്ലെങ്കിൽ സർക്കാർ എപ്പോൾ ഇത് കൃത്യമായും ചർച്ചയ്ക്ക് വിളിക്കുന്നു, അത് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ന്യായം തന്നെയാണ്. സർക്കാർ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കണം, അല്ലെങ്കിൽ ഇവരെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കഴിഞ്ഞ 34 ദിവസമായി ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നടത്തുന്നത് വരെ, അല്ലെങ്കിൽ ഈ ആവശ്യം പരിഗണിക്കുന്നത് വരെ അവർ ഇനിയും പ്രതിഷേധ പരിപാടിയുമായി പോകും. ഇപ്പോൾ ഈ സമരപന്തലിൽ ആളുകൾ എത്തുന്നതേ ഉള്ളൂ. എന്തായാലും ഈ 17-ാം തീയതിയിലേക്കുള്ള പരിപാടിയുടെ ഒരുക്കത്തിൽ കൂടിയാണ് ആശാ വർക്കർമാർ. അവർ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ്, അത് എത്ര ദിവസമായാലും ഒരു 2ാം ഘട്ട സമരപരിപാടി എന്ന രീതിയിൽ ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോ അതാണ് വിശദാംശങ്ങൾ മേഘന കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് തന്നത്.